അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷാമ്പു മേക്കിങ്ങുമായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇതെന്താ സാധനം നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് നിങ്ങൾ എത്ര പേർക്ക് ഇത് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറു ചണവിത്തെന്ന് പറയും. അപ്പം ഫ്ലാക്സ് സീഡും അതിൻ്റെ കൂടുതൽ നമ്മുടെ കരിഞ്ജീരകമില്ലേ, നമ്മുടെ എള്ളെന്നൊക്കെ പറയുന്നത്, കറുത്ത എള്ള്, ആ സംഭവം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. നമ്മുടെ ഷാമ്പൂവിൻ്റെ, ഹോം മെയ്ഡ് ഷാമ്പൂവിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണിത് കേട്ടോ. അപ്പം അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ അടുത്തെടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇനി ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂവ്, പിന്നെ തലനീര് ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ പനിക്കൂർക്കയുടെ ഇല, പിന്നെ തുളസി, അങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഹെർബൽ ഷാമ്പു റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം നിലവിൽ ഞാൻ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തിളപ്പിച്ചൊന്ന് ആറിക്കാനായിട്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാവേ. ഇത് ഫ്ലാക്സ് സീഡും മറ്റേ എള്ളൂടെ ചേർത്തിട്ട്, അതായത് നമ്മുടെ കരിഞ്ജീരകവും കൂടെ ചേർത്താണ് നമ്മളിത് തിളപ്പിച്ച് നല്ല രീതിയിൽ നന്നായിട്ട് ഇത് പത അങ്ങ് അടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് വാങ്ങി തണുക്കാനായിട്ട് വെക്കാം. ഷാമ്പൂവിനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. നന്നായിട്ട് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തോർന്നിരിപ്പുണ്ട്. ഇനി അടുത്തായിട്ട് ചെമ്പരത്തിപ്പൂവ്, പിന്നെ നമുക്ക് പനിക്കൂർക്കയുടെ ഇല വേണം, കരിയാപ്പിലയുണ്ട് കേട്ടോ. ഇത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് കരിയാപ്പില. പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ. കരിവേപ്പില എന്നങ്ങ് പറഞ്ഞു പോയതാ, കറിവേപ്പില. പിന്നെ നമ്മുടെ തുളസിയുടെ ഇല, അത് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ, ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഓൾറെഡി ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ തിളപ്പിച്ച് ആറിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതും ഈ ഐറ്റംസ് എല്ലാം കൂടെ, ഇതെല്ലാം ഉൾപ്പെടെ ഈ വക എല്ലാ സാധനങ്ങളോട് ചേർത്ത് ഒന്നിച്ച് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് ഇതിൻ്റെ സത്ത് ഇറക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് അടുത്ത പ്രിപ്പറേഷൻ. ഓക്കെ, നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പുക ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുണ്ടോ, ചെമ്പരത്തിയുടെ ആ ഒരു കളറാണ് ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഷാമ്പൂവിന് നമ്മൾ വേറെ കളേഴ്സ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ട, നാച്ചുറൽ കളേഴ്സ് തന്നെ അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആര്യവേപ്പില തന്നെ ഇടുകയാണെങ്കിൽ, അതായത് ചെമ്പരത്തി ഒഴിവാക്കുവാണെങ്കിൽ ആര്യവേപ്പിലയുടെ ഒരു ഇളം പച്ച കളർ നമുക്ക് കിട്ടുമേ. അപ്പം ഏതായാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഹിബിസ്കസ് എന്തുകൊണ്ടും നമ്മുടെ തലമുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ താളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന താളിയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു ജ്യൂസ് മുഴുവനും നമുക്ക് ഇറങ്ങിക്കിട്ടിയ ശേഷം ഇത് ഇപ്പം തന്നെ നമ്മൾ ഇതിനകത്തൊന്നും മാറ്റുന്നില്ല. ഇല ഇതിനകത്ത് കിടക്കും. ഇത് കിടന്ന് നല്ല രീതിയിൽ ഇതിൻ്റെ തണുക്കുന്നിടം വരെ ഇത് ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ മുഴുവൻ സത്ത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ പതിയെ ഇലയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കും. എന്നിട്ട് ഈ ഒരു ചാറ് വേറെ അതിനകത്ത് ഇതിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് വേർതിരിച്ച് മാറ്റിയെടുക്കും. എന്നിട്ട് ആ വേർതിരിച്ച് മാറ്റിയെടുത്ത് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മളിനി ബേസ് ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചണവിത്തിൻ്റെ ആ ഒരു ജെല്ലൂടെ ചേർത്ത് നമ്മൾ ഇളക്കി കറക്റ്റ് ഷാമ്പു ആക്കി നമ്മൾ മാറ്റുന്നത്. ഇതിനകത്ത് ഇനി എക്സ്ട്രാ വൈറ്റമിൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതോടുകൂടി നമ്മുടെ ഷാമ്പൂവിൻ്റെ ബേസും ആഡ് ചെയ്യണം. ഷാമ്പൂവിൻ്റെ ബേസും വൈറ്റമിൻ ഇയുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഷാമ്പു ഇവിടെ ഹോം മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പം നമുക്ക് തലനീരൊന്നും ഇറങ്ങില്ല കേട്ടോ. ചിലർക്ക് തലയ്ക്ക് നമ്മുടെ ഈ കറ്റാർവാഴയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് മിക്കവാറും തലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളും തണുപ്പും കഫക്കെട്ടും കോൾഡും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കിത് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തെടുക്കുക. ഇത്ര ഹെർബ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്ത് യൂസ് ചെയ്യുക. നമ്മുടെ തലമുടിയൊക്കെ നല്ല രീതിയിൽ വളർന്ന് നന്നായിട്ട് ഇടതോർന്ന് വളരുകയും ചെയ്യും. നമ്മുടെ പൊഴിച്ചിലും കുറയും. ഒത്തിരി എഫക്റ്റുകളുണ്ട് കേട്ടോ. നമ്മളൊരു എണ്ണ യൂസ് ചെയ്യുന്നേക്കാളും എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം
എല്ലാവർക്കും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പുറകെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും പറ്റുന്നവരെല്ലാം ഇത് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ തലയിലെ താരനും മുടി കൊഴിച്ചിലും എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ തല സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ, ഹോം മെയ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. നമ്മുടെ നമ്മുടെ പച്ചിലകൾ, നമ്മുടെ പ്രധാനപ്പെട്ട ഔഷധക്കൂട്ടുകളെല്ലാം ചേർത്ത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 800 ഗ്രാം ആണ് നമ്മളിത് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ചണവിത്തിൻ്റെ ആ ഒരു ഇതും നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതോടെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബേസാണ് വേണ്ടത്. നമ്മുടെ ഷാമ്പൂവിൻ്റെ ബേസ് ഇത് 800 ഗ്രാമാണ് നമുക്കുള്ളത്. നമുക്ക് അതനുസരിച്ച് വേണം നമുക്ക് അതിൻ്റെ ബേസ് എടുക്കാം കേട്ടോ. അപ്പം 1 കിലോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്ററാണ് ഈ ബേസ് ഞാൻ എടുത്തേക്കുന്നത്. 1 ലിറ്റർ ബേസാണ് ശരിക്കും ഇത്. ഒന്ന് അളന്നെടുക്കാവേ. 1 ലിറ്റർ ബേസ് 1 ലിറ്റർ അടുത്തേ ഉള്ളൂ കേട്ടോ. 1 ലിറ്റർ ഫുൾ 1000 ഇല്ല കേട്ടോ, 1000 അടുത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എടുത്തേക്കുന്ന ഇത് കൂടുതലാണ്. എന്തായാലും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി, കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ആ പച്ചിലകളുടെ നമ്മൾ എടുത്തേക്കുന്ന ഔഷധ സസ്യങ്ങളുടെയൊക്കെ ആ ഒരു കൂട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കുറയുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ നിലവിലിപ്പോൾ അത് മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തിക്നെസ് അത്യാവശ്യം തിക്നെസ് ഉണ്ട് താനും. ഇത് കണ്ടോ, ഷാമ്പൂവിൻ്റെ തിക്നെസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ വലിയ കാര്യമായ കളറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു കളർ മാത്രമേ, ചെമ്പരത്തിയുടെയും അതിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ കളർ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി ഇതൊന്ന് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷാമ്പൂ റെഡിയാണ്. ഇതുണ്ടോ ഷാമ്പൂവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ നമ്മൾ ബേസ് കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് കുറച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് തിക്കായിട്ട് കിട്ടും. പക്ഷേ എനിക്ക് ഈ ഒരു തിക്നെസ് മതിയെന്ന് തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുചണവിത്തിനൊരു കട്ടി കൂടുതലുള്ള സാധനമാണ് ചെറുചണവിത്ത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്തായാലും നാച്ചുറലി നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനി നമ്മൾ സ്മെല്ല് വേണ്ടവർക്ക് സ്മെല്ല് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുപ്പിയിലേക്ക് ആക്കാം. ഇപ്പം ഞാൻ സ്മെല്ല് ആഡ് ചെയ്തിട്ടാണ് കുപ്പിയിലാക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് കൊടുക്കുക. സ്മെല്ല് എല്ലാവർക്കും ഒരു പ്രധാന ഘടകം ആയതുകൊണ്ട് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതിന് ഞാൻ സ്മെല്ല് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല എളുപ്പമാണ്. നമ്മൾക്ക് ഇതൊന്ന് തണുത്ത് കിട്ടുന്നിടം വരെയുള്ളൊരു പാടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മുടി നല്ല രീതിയിൽ തിക്കാവും കേട്ടോ. നമ്മുടെ മുടി കൊഴിയുന്നത് കുറയും. നമ്മുടെ താരൻ, തലയിലെ എല്ലാ പ്രശ്നങ്ങളും മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.